കൽബിന്റെ തീരത്ത്. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ലൈല, തീരെ വയ്യടി. എന്തിന്റെ കേടായിരുന്നു നിനക്ക്? വയറിന് പറ്റുന്ന മാത്രം കഴിച്ചാൽ പോരായിരുന്നു. നീ വാ, ഹോസ്പിറ്റലിൽ പോവാം. ഛർദിച്ചാവശ്യമായ അവളെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവിടെ അനക്കമൊന്നും കാണാനായിട്ട് അവൻ മിഴികൾ താഴ്ത്തി അവളെ നോക്കി. അവിടെ ബോധം മറിഞ്ഞിരുന്നു. ലൈല! ഞെട്ടറ്റ താമരത്തണ്ട് പോലെ തന്റെ നെഞ്ചിൽ വീണ് കിടക്കുന്നവളെ കണ്ടതും അവന്റെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടായി. ആധിയോടെ കവിളിൽ തട്ടി വിളിച്ചു. അനക്കമൊന്നും ഉണ്ടായില്ല. നിമിഷ നേരം കൊണ്ട് അവൻ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. അതിനിടയിൽ തന്നെ മമ്മാന്ന് അലറി വിളിക്കുകയും ചെയ്തു. ലൈല, കണ്ണുറക്കടി ലൈല! അവൻ വീണ്ടും അവളുടെ കവിളിൽ തട്ടിയും തലോടിയും ഒക്കെ വിളിച്ചുകൊണ്ടിരുന്നു. എന്താടാ? ശബ്ദം കേട്ട് മുറിയിലേക്ക് ഓടി വന്ന മുന്താസ് ബെഡിൽ കിടക്കുന്ന അവളെ നോക്കി അവനോട് ചോദിച്ചു. അറിയില്ല, കുറെ ഛർദ്ദിച്ചു. ഇപ്പതേ തല ഇറങ്ങി വീഴുകയും ചെയ്തു. നെഞ്ചുവേദനയ്ക്കും ഗ്യാസ് ആണെന്നൊക്കെയാ പറഞ്ഞ്. അമ്മ ഡാഡിയോട് വണ്ടി എടുക്കാൻ പറ, ഹോസ്പിറ്റലിലേക്ക് പോവാം. നീ ഇങ്ങനെ ടെൻഷൻ ആവാത്ത താജ്, ഗ്യാസിന്റെ ആണെങ്കിൽ തലർക്കൊന്നും ഉണ്ടാവില്ല. നീ കുറച്ച് വെള്ളം എടുത്തേ പറഞ്ഞുകൊണ്ട് മുന്താസ് അവിടെ അരികിൽ വന്നിരുന്നു. താജ് ധൃതിപ്പെട്ട് ജഗ്ലിരിക്കുന്ന വെള്ളമെടുത്ത് മുന്താസിന്റെ കയ്യിൽ കൊടുത്തു. മോളെ! മുന്താസ് അല്പം വെള്ളം അവളുടെ മുഖത്തേക്ക് തളിച്ചുകൊണ്ട് വിളിച്ചു. അവളൊരു ഞരക്കത്തോടെ പതിയെ കണ്ണുകൾ തുറന്നു. ആ മിഴികൾക്ക് പോലും വല്ലാത്ത ക്ഷീണമുണ്ടെന്ന് തോന്നി അവന്. സങ്കടത്തോടെ അവളെ നോക്കി നിന്നു. എന്താ മോൾക്ക്? മുന്താസ് വാത്സല്യത്തോടെ അവളുടെ കവിളിലും മുടിയിലുമൊക്കെ തലോടിക്കൊണ്ട് ചോദിച്ചു. അറിഞ്ഞൂടമ്മ, നല്ല ക്ഷീണം, വയറ്റിലൊക്കെ എന്തോ പോലെ. ആ മുഖത്ത് പതിവില്ലാത്തൊരു ക്ഷീണമുള്ള മുന്താസ് ശ്രദ്ധിച്ചു. ഒപ്പം മസാലയുടെ സ്മെല്ല് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവൾ 2 ദിവസമായി കിച്ചണിലധികം നിൽക്കാത്തതും മുന്താസ് ഓർത്തു. ഒരു ചിരിയോടെ അവളുടെ വയറ്റിൽ തഴുകി. അവൾ അപ്പോൾ തന്നെ വിശ്വാസം വരാതെ മിഴികൾ വിടർത്തി ആണോ ഉമ്മ എന്നുള്ള അർത്ഥത്തിൽ മുന്താസിനെ നോക്കി. മുന്താസ് ചുണ്ടിലെ ചിരി കളയാതെ അതേന്ന് തലവിളിക്കി. എന്താ മമ്മ ഇത്? ഇങ്ങനെ നോക്കിയും തൊട്ടിരിക്കാനല്ല ഞാൻ മമ്മയെ വിളിച്ച്. ഇവിടെ ഒന്ന് പിടിച്ച് താഴേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇനി മമ്മക്ക് വരാൻ വയ്യേ? ഡോക്ടർ ഇങ്ങോട്ട് വിളിക്കണം ഞാൻ. എൻ്റെ താജ്, നീ ഒന്ന് അടങ്ങ്. തൽക്കാലം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട, ഡോക്ടർ വിളിക്കുകയും വേണ്ട. നീ ഒന്ന് മെഡിക്കൽ സ്റ്റോർ വരെ പോയാൽ മതി എന്ന് പറഞ്ഞു തുടങ്ങി മുന്താസ് അവനോട് കാര്യം വ്യക്തമാക്കി. അവന് സന്തോഷം കൊണ്ടൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. വീണ്ടും ഉള്ളിൽ പ്രതീക്ഷകൾ ഉണർന്നു. അവളുടെ അവസ്ഥയോ അതുതന്നെ. മുഖത്ത് അത്ഭുതവും സന്തോഷവും സങ്കടവും എന്ന് വേണ്ട എന്തൊക്കെയോ ഭാവങ്ങൾ. വരുന്ന റിസൾട്ട് പോസിറ്റീവ് ആവണമെന്ന് അവൻ മനസ്സിൽ അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ വരാമെന്ന് അവളോട് മുന്താസിനോടും പറഞ്ഞിട്ട് വേഗം കീയെടുത്ത് താഴേക്ക് പോയി. നിനക്ക് ഇതന്നെ വേണം, ഇതത് തന്നെയാ, കൊതി പിടിച്ചാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, കേട്ടില്ലല്ലോ. മൂസിത്താൻ്റെ കയ്യിൽ കൈയിട്ട് പോട്ടെ, എനിക്ക് അന്നേരം കൈയിട്ട് വരില്ലേ നീ? താജുദ്ദീനോട് അവൾക്ക് വയ്യെന്ന് പറയുന്നത് സനു കേട്ടിരുന്നു. താജുദ്ദീന് മുന്നേ മുറിയിലേക്ക് ഓടിക്കയറി വന്ന് അവൻ അവളെ നോക്കി. നിനക്ക് ഇതൊന്നും പോരടി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. നീ പോണം, അടുത്ത് നിനക്കാ. എനിക്ക് ഛർദി മാത്രമേ വന്നുള്ളൂ, നിനക്ക് വയറിളക്കം കൂടെ വരും, നോയിക്കോ. ലൈല കിടന്നെടുത്ത് തന്നെ സനുവിനെ നോക്കി ദയിപ്പിച്ച്. അയ്യടി മോളെ, അതിന് ഞാൻ നിന്നെ പോലെ ആക്രാന്തം പിടിച്ച് കഴിച്ചിട്ടില്ല. എൻ്റെ വയറിൽ ഒതുങ്ങുന്നേ കഴിച്ചിട്ടുള്ളൂ. ക്ഷീണിച്ച് വീണിട്ട് അവിടെ അഹങ്കാരത്തിന് കുറവുണ്ടോ നോക്കിയേ. ഞാൻ പോവാ, നീ ഇനിയും ഛർദിക്കും. സനു മുഖം തിരിച്ച് കളഞ്ഞിട്ട് വന്നതുപോലെ തന്നെ വെളിയിലേക്ക് പോയി. താജുദ്ദീന് കാര്യം ഏകദേശം ഊഹിച്ചിരുന്നു. ഒരു ചിരിയോടെ സനുവിനെ നോക്കിയിട്ട് അവൾക്കരികിലേക്ക് വന്നു നിന്നു. ഹോസ്പിറ്റലിലേക്ക് പോണോ മോളെ? വേണ്ടുപ്പാ, അതിന് മാത്രമൊന്നുമില്ല. അവൾ പുഞ്ചിരിച്ചു. ഇതാ വേഗം പോയി നോക്ക്. ഒരു 10 മിനിറ്റ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. അതിനു മുന്നേ താജ് പ്രഗ്നൻസി കിറ്റുമായി വന്നു. മുന്താസ് അത് വാങ്ങിച്ച് അവിടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് നോക്കിയിട്ട് വാന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് അയച്ചു. ശേഷം താജിനെ അവിടെ നിർത്തിയിട്ട് താജുദ്ദീനെയും കൂട്ടി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്താടി നോക്കിയില്ലേ? അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കി അക്ഷമനായി നിൽക്കുകയായിരുന്നു അവൻ. അവൾ ഡോറ് തുറന്ന് വേഗം അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവൾ ഉവ്വെന്ന് തലയാട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അത് കണ്ടതും അവൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയി. ലൈല, ഞാൻ... അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. കരയാൻ തുടങ്ങി. മറ്റെന്തും കണ്ടു നിൽക്കാം, സഹിച്ചു നിൽക്കാം. പക്ഷെ ആ കണ്ണുനീര് മാത്രം കാണാനോ സഹിക്കാനോ കഴിയില്ലായിരുന്നു അവന്. ഉടനെ കൈനീട്ടി അവളെ തന്നിലേക്ക് ചേർത്തണച്ച് പിടിച്ച്. സാരലടി, സമയമായിട്ടില്ലെന്ന് കരുതിയാൽ മതി, വിഷമിക്കണ്ട, മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. അവൻ അവളുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. ഞാൻ സന്തോഷം കൊണ്ട. അവൾ അപ്പോൾ തന്നെ അവനിൽ നിന്ന് നടന്നു മാറിയിട്ട് കയ്യിലെ പ്രഗ്നൻസി കിറ്റ് അവന് നേരെ നീട്ടി. അവനത് വാങ്ങിച്ചു നോക്കി. അതിലെ റിസൾട്ട് പോസിറ്റീവാണെന്ന് കണ്ടതും അവൻ്റെ ഉള്ളിലൊരു ആനന്ദ സാഗരം തന്നെ ഉടലെടുത്തു. ഉടനെ ആഹ്ലാദത്തോടെ ഇടിയുന്ന അലറി വിളിച്ചുകൊണ്ട് അവളെ എടുത്തുയർത്തി വട്ടം കറക്കാൻ തുടങ്ങി. അവൻ വേണ്ട, താഴെ നിർത്ത്. ഇപ്പം ഞാൻ നിൻ്റെയാ, പഴയ ലൈലയൊന്നുമില്ല. ഞാൻ പ്രഗ്നൻ്റാ. ഇങ്ങനെ പൊക്കാനും വട്ടം കറക്കാനൊന്നും പാടില്ല. താഴെ ഇറക്കടാ. പ്രഗ്നൻ്റ് എന്നല്ല, 10 പെറ്റാലും നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അന്നും ഇന്നും ഇനി എന്നും നീ എനിക്ക് എൻ്റെ ലൈല തന്നെയാണ്, ആ പഴയ പൊട്ടിത്തെറിപ്പെണ്ണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ നിന്നോട് ഇതുപോലെ തന്നെ ആയിരിക്കും. വേണ്ട, വിടറ, തല കറങ്ങുന്നു.
അവൾ അവൻ്റെ മുടി പിച്ച് വലിച്ച് മൂളാനും മോങ്ങാനും ഒക്കെ തുടങ്ങി. അവൻ അപ്പോൾ തന്നെ ഒരു ചിരിയോടെ അവളെ താഴെ ഇറക്കി നിർത്തി. ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് പറ്റേ, സനുവിനെ കളിയാക്കിയിട്ടാണ് പോയത്, അവനെയും ഞെട്ടിക്കണം. അവൾ വല്ലാത്ത ആവേശത്തോടെ താഴേക്ക് പോകാനൊരുങ്ങി. ഉടനെ കയ്യിൽ അവൻ്റെ പിടി വീണു. ആ തുടങ്ങി. ഇനി ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണം നിനക്ക്. ഇനി മുതൽ ഇങ്ങനെ പെട്ടെന്ന് പിടിക്കാനും വലിക്കാനൊന്നും പാടില്ല അവൻ. ഞാൻ പ്രഗ്നൻ്റാ. ഓ ഇനിയിപ്പോൾ ഏത് നേരം വായിൽ ഇത് തന്നെ ആയിരിക്കും. നീ പ്രഗ്നൻ്റ് ആണെന്ന് നിനക്ക് മാത്രമല്ല എനിക്കും അറിയാം. അതുകൊണ്ട് അതിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ശരി പറയുന്നില്ല. ഇപ്പം എന്തിനാണോ ഈ പിടിച്ചിർത്തിച്ച്? കാര്യം അറിഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഞാൻ വിളിച്ചുകൊണ്ട് വരാം, നീ താഴേക്ക് ഇറങ്ങണ്ട. അയ്യോ വേണ്ടായി, ഇത്രക്കൊന്നും കെയറിങ് വേണ്ട കേട്ടോ, ഞാൻ തന്നെ പൊക്കോളാം. നീ പോകുന്നില്ല, പറഞ്ഞങ്ങോട്ട് കേട്ടാൽ മതി. അവിടെ കിടി. അവൻ ഒച്ചയെടുത്തു. പിന്നെ അവളൊന്നും പറയാൻ നിന്നില്ല. വേഗം പോയി ബെഡിലേക്ക് ഇരുന്നു. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ച് സൈറ്റ് അടിച്ച് കാണിച്ച്. അതെ വരുമ്പോൾ ഗ്ലാസ് ജ്യൂസ് എടുത്തു കേട്ടോ, നല്ല ക്ഷീണം. പിന്നെ മധുരൽപ്പം കൂടുതൽ ഇരുന്നോട്ടെ, ഐസ് വേണ്ട, ചെറുതായിട്ട് തൊണ്ടവേദന ഉണ്ടേ. വെറുതെ അല്ല, പ്രഗ്നന്റ് ആവാൻ ഇത്രയും തിരക്ക് കാണിച്ച് എന്നെ ജോലിക്കാരനാക്കാൻ വേണ്ടിയാണല്ലേ? പിന്നെ മോനെന്താ കരുതിയത്? ഒന്ന് പോടാ ഇവിടുന്ന്. ഞാൻ നിന്നെ ജോലിക്കാരനൊന്നും ആക്കിയിട്ടില്ല, പക്ഷെ നിന്റെ പ്രവൃത്തി അതുപോലെയാ. ഏതുപോലത്തേത്? എടി നീ പ്രഗ്നന്റ് ആവാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഞാനും ആഗ്രഹിച്ചു. എത്രയും പെട്ടെന്ന് നിന്റെ വയറ്റിലൊരു ജീവന്റെ തുടിപ്പുണ്ടാവണമെന്ന്. അതെനിക്കൊരു ബേബി ഉടനെ കിട്ടുന്നുള്ള സന്തോഷം കൊണ്ട് മാത്രമല്ല, പ്രഗ്നന്റ് ആയിരിക്കും നിന്നെ കെയർ ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടിയാ. സ്വന്തം ഭാര്യയ്ക്ക് വിശേഷമുണ്ടെന്ന് അറിയുമ്പോൾ ഏതൊരു ഭർത്താവ് ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യം അവളെ ഒരു കുറവും കൂടാതെ കെയർ ചെയ്യണമെന്നും അവളെ എപ്പോഴും സന്തോഷപ്പെടുത്തണമെന്നും അവളുടെ എല്ലാ മോഹങ്ങളും നിറവേറ്റി കൊടുക്കണം എന്നൊക്കെയാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. താഴേക്ക് പോകാൻ തുടങ്ങിയ അവൻ തിരിച്ചവളുടെ അടുത്തേക്ക് തന്നെ വന്നിരുന്നു. അതുകൂടെ കേട്ടതും അവളുടെ സന്തോഷത്തിന് അതിരില്ലെന്നായി. ചിരിച്ചുകൊണ്ട് ആണോ കണവാന്നും ചോദിച്ച് അവൻ്റെ മേലേക്ക് ചാഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. അതിന് കാത്തു നിന്നപ്പോൾ അവൻ്റെ കൈകൾ അവൾ ഇറുകെ പിടിച്ചു. ചുണ്ടുകൾ അവളുടെ പുറം കഴുത്തിലേക്ക് താണു. അവന് ഏറ്റവും പ്രിയപ്പെട്ട ആ കാപ്പിമറിയിൽ ചേർന്നു. അവളൊന്ന് കുറുകിക്കൊണ്ടൊരു കുഞ്ഞു പക്ഷിയെപ്പോലെ അവൻ്റെ നെഞ്ചിലമർന്നു. റമിയാപ്പാക്കൊരു മുത്തം കൊടുത്ത് രണ്ടുപേരും. പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടികൾക്ക് ചുവട്ടിൽ അന്തി ഉറങ്ങുന്ന റമിയുടെ കബറിനരികിൽ മുട്ടുകുത്തിയിരിക്കുന്ന താജ് തൻ്റെ ഇരുവശത്ത് നിൽക്കുന്ന സ്വന്തം കുരുന്നുകളോട് പറഞ്ഞു. അത് കേട്ട് രണ്ടുപേരും താജിനെ നോക്കി. എന്നിട്ട് അനുസരണയുള്ള കുട്ടികളായി തലകുലുക്കി സമ്മതിച്ചിട്ട് അവനെപ്പോലെ മുട്ടുകുത്തിയിരുന്ന് ആ കബറിലേക്ക് മുഖം ചേർത്ത് വെച്ച് ചുണ്ടുകൾ അമർത്തി. പോയിട്ട് വരാമെന്ന് പറയും. ഇനി വരുമ്പോൾ ഒരാളെ കൂടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു റമിയാപ്പാനോട്. താജ് വീണ്ടും അവരോട് പറഞ്ഞു. അതിനവർ തലകുലുക്കി സമ്മതം അറിയിച്ചു. പോയിട്ട് വരാം, ഇനി വരുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവരാം. റമിയാപ്പാക്ക് അറിയോ, ലൈലുമാൻ്റെ വയറ്റിലൊരു കുഞ്ഞുവാവയുണ്ട്. മോളൂട്ടിയാന്നാ ലൈലുമ പറഞ്ഞ്. റമിയാപ്പാക്ക് മോളൂട്ടിയല്ല ഇഷ്ടം, ഇനി വരുമ്പോൾ കൊണ്ടുവരാട്ടോ. രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. വാ പോവാം. താജിന്റെ കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി ആ കബറിടത്ത് പുൽകിയിരുന്നു. മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നടന്നു. ഒരു ഇളം കാറ്റ് അവരെ തഴുകി അകന്നു പോയി. ആ കാറ്റിന് റമിയുടെ ഗന്ധമാണെന്ന് അറിഞ്ഞവൻ നടത്തത്തിൻ്റെ ഇടയിൽ പതിയെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇല്ലടാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നീ മരിക്കുന്നില്ല. റമിയാപ്പ ഒത്തിരി പാവായിരുന്നു അല്ലേ? ഉപ്പാക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റമിയാപ്പാനല്ലേ? സെറ്റിയിൽ മുന്താസിന്റെ ഇരുഭാഗത്ത് മുന്താസിനെ ചേർന്നൊട്ടിരിക്കുകയായിരുന്ന കുട്ടികൾ രണ്ടുപേരും. അതിൽ റമി മുന്താസിനെ ഒന്നുകൂടെ ഒട്ടിക്കൊണ്ട് അല്പം സങ്കടത്തോടെ ചോദിച്ചു. നിങ്ങളുടെ ഡാഡിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു റമി. ഡാഡിക്ക് മാത്രമല്ല മമ്മയ്ക്കും. അതുകൊണ്ടല്ലേ നിനക്ക് റമീൻ എന്ന് പേരിട്ട്. ജനിക്കുന്ന കുട്ടി ആണാണെങ്കിൽ റമീൻ എന്ന പേരിടണമെന്ന് നിന്റെ ലൈലും ആദ്യമേ പറഞ്ഞു. പിന്നെ നിന്നെ കാണാൻ റമിയെപ്പോലെ തന്നെയാണ്. അവൻ്റെ അതേ നിറവും കണ്ണുകളും മുടിയൊക്കെയാണ് നിനക്ക്. സൗന്ദര്യം മാത്രമല്ല, അവൻ്റെ സ്വഭാവവും നിനക്ക് കിട്ടി. നിന്റെ ലൈലും എപ്പോഴും പറയാറില്ലേ നീ റമിയാപ്പാനെ പോലെയാണെന്ന്. അതെന്തുകൊണ്ടാ? നിന്റെ ഈ പേര് രൂപം കൊണ്ട് മാത്രമല്ല, ഒതുക്കുള്ള രീതികളും കൊണ്ടാ. മുന്താസ് വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് കുഞ്ഞു റമിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. ഗ്രാൻഡ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഇവനോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്നെ വേണ്ട എനിക്ക് രണ്ടാക്കും. ഗ്രാൻഡ്മ ഇവന് മാത്രം മുത്തം കൊടുത്തു, എനിക്ക് തന്നില്ല. ഞാനിത് ഡാഡിയോട് പറഞ്ഞു കൊടുക്കും, ഗ്രാൻഡ്പയോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഗ്രാൻഡ്മയ്ക്ക് തല്ലു വാങ്ങിച്ചു തരും, നോക്കിക്കോ. മുന്താസ് റമിയെ മാത്രം ലാളിച്ച് നമ്മുടെ കൂശുംബിപ്പിണിന് ഇഷ്ടമായില്ല. അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പോവാൻ തുടങ്ങിയതും മുന്താസ് വേഗം അവളെ പിടിച്ചു വെച്ചു. അച്ചോടാ, അപ്പോഴേക്കും പിണങ്ങിയോ? ഗ്രാൻഡ്മയോട് കൂട്ടില്ലേ ഇനി? ഇല്ല, ഞാനിനി മിണ്ടൂല. ഗ്രാൻഡ്മയ്ക്ക് എന്നെ വേണ്ടല്ലോ. അവളുടെ മുഖം ഒന്നുകൂടെ വീർത്തു. എന്നാരാ പറഞ്ഞ്? നീ ഗ്രാൻഡ്മയുടെ ചക്കര കുട്ടിയല്ലേ? നിനക്ക് ഗ്രാൻഡ്മ 2 മുത്തം തരാലോ. അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടി മുന്താസ് അവളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് 2 കവിളിലും മുത്തം കൊടുത്തു. അതുകൊണ്ട് റമി വാപുത്തി ചിരിച്ചു. പോരാ. അവൾ റമിയെ നോക്കി മുഖം തിരിച്ച് കാണിച്ചു. പോടാന്നോ? നിന്റെ മമ്മ കേൾക്കണ്ട. 1 മിനിറ്റിനാണെങ്കിലും അവൻ നിന്നേക്കാൾ മുതിർന്ന.
റെമിക്കാക്കൂന്ന് വിളിക്കണമെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ലൈല നിന്നോട്? പിന്നെ ഞാനിങ്ങ് വിളിക്കൂല. രമ്യാപ്പ ഡാഡിനെ പേരാ വിളിച്ചിരുന്ന ഡാഡി പറഞ്ഞിട്ടുണ്ടല്ലോ. രമ്യാപ്പാനേക്കാളും വലുത് ഡാഡി ആയിരുന്നില്ലേ? എന്നിട്ട് കാക്കൂന്ന് വിളിച്ചില്ലല്ലോ. പേര് വിളിക്കുന്നതായിരുന്നല്ലേ ഡാഡിക്ക് ഇഷ്ടം. അതുപോലെ ഇവനും ഞാൻ പേര് വിളിക്കുന്നതാണ് ഇവന് ഇഷ്ടം. ഇനി ഇവന് ഇഷ്ടമില്ലെങ്കിലും ഞാൻ പേര് വിളിക്കും. എനിക്കതാ ഇഷ്ടം. ഡാഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചാലും ചെയ്താലൊക്കെ മതിയെന്ന്. വെറുതെ അല്ല ലൈല പറയുന്നു. നിന്നെ ഇത്രക്ക് വഷളാക്കി വെച്ച അവനാ. പിന്നെ നിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ ഡാഡിയെ പറയണ്ട കേട്ടോ, എനിക്കിഷ്ടമില്ല. ഇതാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിലും ഗ്രാൻഡ്മയ്ക്കും മമ്മിക്കും എന്നെ വേണ്ടാന്ന്. വിറ്റേ ഞാൻ ഡാഡിയുടെ അടുത്ത് പോവാ. അവളുടെ മുഖം ഇപ്പോൾ വീർത്തു പൊട്ടുമെന്ന അവസ്ഥയായി. സൈനൂട്ടി വേണമെങ്കില്ലേടാ, ഗ്രാൻഡ്മ ചുമ്മാ പറഞ്ഞല്ലേ. നിങ്ങളുടെ മമ്മക്ക് ഈ ഗ്രാൻഡ്മക്കൊക്കെ സൈനൂട്ടിയോടല്ലേ കൂടുതൽ ഇഷ്ടം? അവളെ മയപ്പെടുത്താൻ വേണ്ടി മുന്താസ് റെമിയെ നോക്കി കണ്ണിറുക്കി കാണിച്ചിട്ട് അവളോട് പറഞ്ഞു. ദേഷ്യം വന്നാൽ താജിനേക്കാൾ കഷ്ടം. പെട്ടെന്നൊന്നും നടക്കാൻ കഴിയില്ല. അതാ ഇങ്ങനെ ഓരോ നമ്പരിറക്കുന്നു. റെമി പാവം എല്ലാത്തിനും ഒരു ചിരിയോടങ്ങ് നിന്നു കൊടുക്കും. സത്യാനോ? പിന്നല്ലാതെ. മുന്താസ് കുസൃതിയോട് അവളുടെ മൂക്കിൽ തന്നെ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. എന്നാ അവന് പറഞ്ഞു കൊടുത്ത പോലെ എനിക്കും പറഞ്ഞതാ. എനിക്ക് ആരുടെ പേരായിട്ടത്? ഞാൻ ആരെ പോലെയാ കാണാൻ? ഞാൻ സുന്ദരിയല്ലേ? അല്ലേന്നോ? എൻ്റെ ചക്കരക്കുടി സുന്ദരിയല്ലേ? നിന്നെ കാണാൻ നിന്റെ ഡാഡിയെ പോലാണെന്നല്ലേ ലൈല എപ്പോഴും പറയാറ്. അവള് മാത്രമല്ല എല്ലാവരും പറയുന്നില്ലേ. നിന്നെ നോക്കി അവരെ നോക്കണ്ട. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ നുണക്കുഴി, അതേ നിറം. പിന്നെ സ്വഭാവമാണെങ്കിൽ പറയേ വേണ്ട. അവനെ ലൈലക്കെങ്കിലും അടക്കി നിർത്താൻ കഴിയാറുണ്ട്. നിന്നെ അവൾക്ക് പോലും കഴിയുന്നില്ല. പിന്നെ എൻ്റെ ചുന്ദരിക്കുട്ടിയുടെ പേര്, അത് നിന്റെ മമ്മയുടെ ഉമ്മാൻ്റെ പേരാ. ആ പേര് നിനക്കിട്ടു. ആൺകുഞ്ഞായ റമീ നിറണെന്ന് പറഞ്ഞ പോലെ പെൺകുഞ്ഞായ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിന്റെ ഡാഡിയുടെ പേരായ അമ്മൻ എന്നതിന് ചെറിയ മാറ്റം വരുത്തി അമാന എന്ന പേരിടണമെന്നായിരുന്നു അവൾ ആഗ്രഹം പറഞ്ഞത്. അവളെ ഏറ്റവും സ്നേഹിച്ച, അവൾ കുഞ്ഞായിരിക്കുമ്പോഴേ അവൾക്ക് നഷ്ടമായി പോയ അവളുടെ ഉമ്മാൻ്റെ പേര് നിനക്ക് മതിയെന്ന് നിന്റെ ഡാഡിയാ പറഞ്ഞു. മുഴുവൻ ഇട്ടില്ല. സൈനബയിൽ നിന്നും സൈന മാത്രം എടുത്തു. അങ്ങനെ നീ സൈനൂട്ടി എന്ന സൈനാമാനും ഇവൻ റെമി എന്ന റമീൻ താജുമായി. ഗ്രാൻഡ്മയും ചോട്ടാസും കൂടെ എന്താ അവിടെ പണി? ഡാഡി കൂടെ ഇരുത്തുവോ? താജ് ഒരു ചെറുചിരിയോടെ ഹാളിലേക്ക് ഇറങ്ങി വന്നു. ഡാഡി? താജിനെ കാണേണ്ട താമസം. സൈനൂട്ടി മുന്താസിന്റെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങി താജിന്റെ അടുക്കിലേക്ക് ഓടി. താജ് അവളെ കോരിയെടുത്തുകൊണ്ട് സോഫയിൽ റെമിയുടെ അരിയിൽ വന്നിരുന്നു. എന്താ എൻ്റെ ലിറ്റിൽ പ്രിൻസ് ഒന്നും മിണ്ടാത്തത്? ഈ ജാൻസിറാണി കുരുത്തക്കേട് പോലും കാണിച്ചോ? താജ് റെമിയുടെ പാൽ നിറമുള്ള കവിളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു. അവൻ അപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടില്ലാൻ തലയാട്ടി താജിനെ പറ്റിച്ചേർന്ന് ഒതുങ്ങിയിരുന്നു. ഇപ്പൊ കുരുത്തക്കേടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഇവൾ എന്ത് കാണിച്ചാലും ഇവ ഇല്ലെന്നേ പറയുള്ളൂ. ഇവൾ കൊടുക്കുന്ന തല്ലും നുള്ളൊക്കെ ഒന്നും ഇടാ വാങ്ങിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇവളാണും ഇവൻ പെണ്ണുമായിട്ട് ജനിക്കേണ്ടതായിരുന്നു. മുന്താസ് ചിരിച്ചു. അതിനിവൾ ആൺകുട്ടി തന്നെയല്ലേ? അല്ലടാ സൈനൂട്ടാ? താജ് അവളുടെ വെളുത്തുരുണ്ട് മൃദുവായിരിക്കുന്ന കുഞ്ഞിക്കവിളിൽ ചുണ്ടുകൾ ചേർത്തു. അവൾ അപ്പോൾ തന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അർത്ഥത്തിൽ അഹങ്കാരത്തോടെ തലകുലുക്കിയിട്ട് കൈ രണ്ടും താജിന്റെ കഴുത്തിലൂടെ ഇട്ടിരുന്നു. ഡാഡി, ഡാഡി എനിക്കൊരു സ്റ്റോറി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട്. ഏത് സ്റ്റോറി? അപ്പോഴേക്കും മറന്നോ? ഡാഡിയുടെയും മമ്മിയുടെയും സ്റ്റോറി എനിക്ക് പറഞ്ഞുതരാന്ന് ഇന്നലെ പറഞ്ഞില്ല എന്നോട്. ഡാഡി വലിയ റൗഡിയായിരുന്നോ? മമ്മിയെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടെന്നും ഇന്നത്തേതുപോലെ അന്ന് മമ്മക്ക് ഡാഡി ഇഷ്ടമല്ലായിരുന്നെന്നും പുറകെ നടന്ന് ലൈനടിച്ച് വീക്കത്താന്നൊക്കെ എബിയെങ്കിലന്ന് വന്നപ്പോൾ പറഞ്ഞല്ലോ എന്നോട്. അതൊക്കെ സത്യാണോ? സൈനൂട്ടി സംശയത്തോടെ ചോദിച്ചു. അമ്പടി കേമി, നീ ആള് കൊള്ളാലോ. നിന്റെ മമ്മയും വിറ്റൂരല്ലോ മോള് നീ. അതൊക്കെ എബിയങ്ങൾ ചുമ്മാ പറഞ്ഞ. മോളുടെ ഡാഡി പാവല്ലടാ. താജ് അവളുടെ മൂക്കിന്നുള്ളിൽ പിടിച്ച് വലിച്ചു. ആ പാവ, മമ്മിയേക്കാൾ പാവ. എബിയെങ്കിലും മാത്രമല്ല മമ്മിയും പറഞ്ഞു ഡാഡി മമ്മിയെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടെന്നും മമ്മി പക്ഷേ ഡാഡിയെ പേടിച്ചിട്ടില്ലെന്നും. ആ സ്റ്റോറിക്ക് എനിക്ക് പറഞ്ഞതാ ഡാഡി. ഗോഡ്, ഈ എബി അന്നും അവനെ കൊണ്ട് സോയിരില്ല, ഇന്നുമില്ല. താജ് പിറുവിറുത്ത്. ഡാഡി, ഞാൻ പറഞ്ഞ കേട്ടില്ലേ? സ്റ്റോറി പറഞ്ഞ ഇല്ല പിന്നെ ഇനി സൈനൂട്ടാന്ന് വിളിച്ച് അടുത്തേക്ക് വന്നു പോരുത്. അവൾ വാശി പിടിച്ച് ഇണങ്ങാൻ തുടങ്ങി. സൈനയാണ് ആൾ. വാശി പിടിച്ചാൽ പിന്നെ ഒതുക്കാൻ കഴിയില്ല. ഇനി കഥ പറഞ്ഞു കൊടുക്കലല്ലാതെ വേറെ രക്ഷയില്ലെന്ന് കണ്ട താജ് എബിയെയും മനസ്സിൽ പ്രാഗിക്കൊണ്ട് തൻ്റെ കോളേജ് ലൈഫിലേക്ക് ഓർമ്മകളെ കൊണ്ടുപോയതും അതിനൊക്കെ മുടക്കം വരുത്തിക്കൊണ്ട് അവൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. സ്റ്റോറി പറഞ്ഞു തന്നിട്ട് പോയാൽ മതി. ഫോൺ എടുത്തു നോക്കിയ താജ് അവളെ സോഫയിലേക്ക് ഇരുത്തി. എഴുന്നേൽക്കാൻ ഭാവിച്ചു അവൾ വേഗം അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തിച്ചു. സൈനൂട്ട് അർജന്റാണ്, ഡാഡി ഇപ്പോൾ വരാം. വേണ്ട, ഇത്ര ദിവസം എന്നെ പറ്റിക്കുന്നു. ഡാഡി പൊക്കോട്ടെ, അർജന്റ് ആയതുകൊണ്ടല്ലേ. മോളിങ്ങോ, ഗ്രാൻഡ്മ പറഞ്ഞു തരാലോ. മുന്താസ് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ആന്നും തലകുലുക്കിക്കൊണ്ട് വേഗം മുന്താസിന്റെ മടിയിലേക്ക് കയറിയിരുന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.